ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഏകദേശം സോഷ്യോളജിയിലെ ഒരു പാർട്ടായിട്ട് സോഷ്യോളജി ഓഫ് ഇന്ത്യ അതിലൊരു പാർട്ടാണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ്. ഓക്കെ, സോഷ്യോളജി എന്താ നിങ്ങൾക്ക് അറിയാലോ, സോഷ്യൽ സയൻസ് സോഷ്യോളജി അല്ലേ. നമ്മുടെ ഇന്ത്യയെ പറ്റി സോഷ്യോളജി ഓഫ് ഇന്ത്യയെ പറ്റി, അതായത് നമ്മുടെ ഇന്ത്യയുടെ സാമൂഹ്യ ശാസ്ത്രപരമായ അറിവുകൾ അല്ലെ സോഷ്യോളജി, അതിൻ്റെ ഒരു ഭാഗമാണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ്. എന്താണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ മീനിങ് പഠിക്കാനുണ്ട്, മീനിങ് ഓഫ് ഇൻഡോളജി, ദെൻ പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ഇൻഡോളജി, ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡോളജി. അതായത് മീനിങ്, അർത്ഥം, അതായത് എന്താണ്, എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ഡെഫിനീഷനൊക്കെ വരുന്നത് ഈ മീനിങ്സിലാണ്. പേഴ്സ്പെക്റ്റീവ് മീൻസ് കാഴ്ചപ്പാട്, ഓരോരുത്തരുടെ കാഴ്ചപ്പാട് എന്താണ് ഇൻഡോളജി എന്ന്, ഓരോരുത്തർ ആരൊക്കെ എന്തൊക്കെയാണ് പേഴ്സ്പെക്റ്റീവാണ് പറഞ്ഞത്. ദെൻ ഇൻഫ്ലുവൻസ്, ഈ ഇൻഡോളജി നമ്മളെ സ്വാധീനം ചെലുത്തിയത് എങ്ങനെ, എന്താ ഇൻഡോളജി നമ്മളെ സ്വാധീനിച്ചത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്, മീനിങ് പഠിക്കാനുണ്ട്, ഐഡിയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് പഠിക്കാനുണ്ട്, റെഫറൻസ് ഉണ്ട്, ദെൻ ഡിസ്കസ് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഓഫ് ഇൻഡോളജിസ്റ്റ്. ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്, അത് പലതരം കാഴ്ചപ്പാടുണ്ട്, ഇൻഡോളജിസ്റ്റുകളെ പലതരം കാഴ്ചപ്പാടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഇൻട്രൊഡക്ഷൻ മിസ് വായിച്ചത് എന്താണ് ഇൻഡോളജി എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷനാണ് നമ്മൾ വായിക്കുന്നത്. ഇൻ ദിസ് യൂണിറ്റ് വി വിൽ എക്സ്പ്ലെയിൻ ടു യു മീനിങ് ഓഫ് ഇൻഡോളജി, വാട്ട് ഈസ് ഇൻ, ഹൗ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓറിയന്റലിസ്റ്റ് ഡിസ്കോഴ്സ്. ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് സോഷ്യോളജി ഓഫ് ഇന്ത്യ, it is important to make a familiar with the contributions of scholar known as an Indologist who studied society in India based accounts of the Sanskrit, Persian and text and document and observation recorded by different travelers in India from 3rd century BC to early 19th century BC. Okay, 3rd century BC to 19th century BC. Okay, 3rd century BC to 19th century BC. ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് വളരെ ശക്തമായ രീതിയിൽ നമ്മളിവിടെ ഇൻഡോളജിസ്റ്റ് വന്നതും എന്താണ് ഇൻഡോളജി എന്നുള്ളത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വന്നതൊരു കാലഘട്ടമാണ് 3rd century BC to 19th century BC. ഇതിൻ്റെ ഉള്ളിൽ എന്താ നടന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇൻഡോളജി നമുക്ക് പഠിക്കണം. മിസ് ഇൻട്രൊഡക്ഷൻ വായിച്ചു. എന്താണ് ഇൻഡോളജി? ഇൻഡോളജി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഇന്ത്യയെ പറ്റി നമ്മുടെ വിദേശ ശക്തികളായ ആരാവാം, ചൈനയോ ഇറാഖോ അറബ്സ് ആയാലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഏത്, ജർമ്മനി, ഇറ്റലി, ഹംഗറി, അങ്ങനെയുള്ള കുറേ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. ആ യൂറോപ്യൻ കൺട്രീസിലെ ട്രാവലേഴ്സോ അല്ലെങ്കിൽ അവിടെയുള്ള യൂറോപ്യൻസിലെ എഴുത്തുകാർ അല്ലേ, അവരൊക്കെ ഇന്ത്യയെ പറ്റി അവർ ഇന്ത്യയിലേക്ക് വരണം. അവർക്ക് ഇന്ത്യ എന്ത് ചെയ്യാൻ, ഒന്നുകിൽ സാമ്പത്തികപരമായിട്ട് ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, നമ്മുടെ ഇന്ത്യയെ പറ്റി പഠിച്ചാൽ മാത്രമേ അവർക്ക് ഇന്ത്യയിൽ എത്തിയിട്ട് എങ്ങനെ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യയെ ഭരിക്കാം. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കുറേ കാലം ഭരിച്ചിരുന്നു. നിങ്ങൾ പോർച്ചുഗീസും ബ്രിട്ടീഷൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഇന്ത്യയെ വന്ന് നമ്മളെ ഭരിച്ചതാണ്. അപ്പോൾ ഇന്ത്യയിൽ വന്നത് ഭരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് ഇവർ ഇന്ത്യയെ പറ്റി ഒന്ന് പഠിക്കും. എന്താണ് ഇന്ത്യ, അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ ഐഡിയ ഉപയോഗിച്ച് അവർ ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ സാമ്പത്തിക സെക്ഷൻ എന്താണ്, ഇന്ത്യയുടെ സോഷ്യലി സാമൂഹികപരമായിട്ട് ഇന്ത്യ എന്താണ്, രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യ എങ്ങനെയൊക്കെയാണ് നിലനിന്ന് പോകുന്നത്, ഇവിടെ രാഷ്ട്രീയ നിലപാടുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇവിടെ ഭരിക്കപ്പെടുന്നത്, അങ്ങനെ ഇന്ത്യയെ പറ്റി A to Z വരെ സകല നോളജും അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു റൈറ്റിങ്സിനെയാണ് ഇൻഡോളജി എന്ന് പറയുന്നത്. അവർ ഇന്ത്യയെ മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടിനെയാണ് ഇൻഡോളജി എന്ന്. അതായത് ഇന്ത്യയിലുള്ള ആളുകളല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പുറം മീൻസ് വിദേശ ശക്തികളായ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ, അത് ഇറാനാവാം, ഇറാഖാവാം, അറബ്സ് ആവാം, നമ്മുടെ ജർമ്മനി, ഫ്രാൻസ്, അങ്ങനെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടീഷ്, അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്യുന്നു, അവരെല്ലാവരും പിന്നെ ഇന്ത്യയെ പറ്റി ആദ്യം പഠിക്കും, എന്നിട്ട് ഇന്ത്യയിലെ അകത്തേക്ക് വരും.
കാരണം ഒന്നുകിൽ ഇന്ത്യയെ അടിച്ചമർത്തി ഭരിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയെ എന്തെങ്കിലും ഇന്ത്യയിലുള്ള സാമ്പത്തിക അവസ്ഥ എന്തൊക്കെ അവിടെ ഉള്ള ചില വില കൂടിയ അസംസ്കൃത വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ രാജ്യത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോകാനായിരിക്കും. ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം. നമ്മളെ ഇതില്ലേ മമ്മൂട്ടീൻ്റെ ഡയലോഗ് പോലെ മിസ് ഇവിടെ പറയുന്നത് ഇന്ത്യ എന്താണെന്ന് അറിയണം. അപ്പോൾ ആ ഇന്ത്യ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഇന്ത്യയിലെ കണ്ടീഷൻസ് അവസ്ഥകളൊക്കെ അറിയുന്ന ആ ഒരു പഠനത്തെയാണ് ഫോറിനേഴ്സിൻ്റെ പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മീനിങ് ഓഫ് ഇൻഡോളജി. പേഴ്സ്പെക്റ്റീവ് മീൻസ് കാഴ്ചപ്പാട്. അതിപ്പോൾ എന്ത് കാഴ്ചപ്പാട് മീൻസ് ആരുടെ കാഴ്ചപ്പാട് അതിൽ പറയുന്നത്? ദി ഇമ്പോർട്ടൻസ് മേക്ക് യു ഫെമിലിയർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സ്കോളേഴ്സ് നോൺ ആസ് ഇൻഡോളജിസ്റ്റ് ഹു സ്റ്റഡീഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ ബേസ്ഡ് ദ അക്കൗണ്ട്സ് ഓഫ് സാൻസ്ക്രിറ്റ്, പേർഷ്യൻ. അതായത് അവർ ഒരു പക്ഷേ എല്ലാ ഭാഷയിലും ഏതൊക്കെ ഭാഷയിലും എക്സാമ്പിൾ പറഞ്ഞ സംസ്കൃതത്തിലും ദെൻ പേർഷ്യൻ ഭാഷയിലും ദെൻ ഡോക്യുമെൻറ്റ്സിൽ ഒബ്സർവേഷൻ റെക്കോർഡ് ബൈ ഡിഫറെൻറ്റ് travelers to India for 3rd century BC to 19th century BC. 19th century BC വരെ 3rd century BC മുതൽ 19th century വരെ എന്ത് ചെയ്തു? ഈ ഒരു എന്താ പറയുക ശക്തമായ രീതിയിൽ സ്കോളേഴ്സും യൂറോപ്യൻസ് ആയിട്ടുള്ള സ്കോളേഴ്സും ട്രാവലേഴ്സും, സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ തത്വചിന്തകരെ പോലെ നല്ല ഫിലോസഫേഴ്സും സ്കോളേഴ്സും ദെൻ ട്രാവൽ ചെയ്യുന്ന യാത്രികർ, അവരൊക്കെ പോർച്ചുഗീസ് വാസ്കോഡഗാമ ഒരു യാത്രക്കാരനായ പായ്ക്കപ്പലിൽ നമ്മുടെ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി നമ്മളെപ്പോഴും പഠിക്കാറുള്ള ഒരു സംഭവമാണ് അല്ലേ, കോഴിക്കോട് കാപ്പാട്. അദ്ദേഹം ഒരു യാത്രാ സഞ്ചാരിയായിരുന്നു. ആ സഞ്ചാരി ഇന്ത്യയിലേക്ക് വന്നത് എന്തിനായിരുന്നു? കച്ചവടത്തിന് വന്നതാണ്. പിന്നീട് അവരെന്ത് ചെയ്തു? ഇന്ത്യയെ ഭരിച്ചു. അതൊക്കെ നമുക്കറിയാം. അതേപോലെ ബ്രിട്ടീഷുകാർ നമ്മൾ എന്തിനു വന്നതാണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനെന്ന ലെവലിൽ വന്നതായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ഇന്ത്യയെ എന്ത് ചെയ്തു? മാക്സിമം യൂട്ടിലൈസ് ചെയ്തു പോയി, അല്ല ഉപയോഗപ്പെടുത്തി പോയി അവരില്ലേ. നമ്മുടെ ആ സംസ്കൃത വസ്തുക്കളും നമ്മുടെ എക്കണോമിക്കലി സോഷ്യലി കൾച്ചറലി ആൻഡ് പൊളിറ്റിക്കലി ഒക്കെ നമ്മുടെ നാട്ടുരാജാക്കന്മാരെ ഡിവൈഡ് ചെയ്ത് തമ്മിൽ തല്ലിപ്പിച്ചും കലഹിപ്പിച്ചും നമ്മളെ യുദ്ധം ചെയ്ത് അടിച്ചമർത്തിയും നമ്മുടെ ഓരോ ആക്ട് പ്രകാരം നമ്മളെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് പോയ ഒരേ ഒരു യൂറോപ്യൻ ശക്തി ആരാണ്? ബ്രിട്ടീഷാണ്. മറ്റുള്ള ഫോറിനേഴ്സ് അത്ര നമ്മൾ എന്ത് ചെയ്തില്ല? എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല. പക്ഷെ കൂടുതൽ വർഷങ്ങളോളം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരേ ഒരു ഫോറിനേഴ്സ് ആണ്, ദാറ്റ് ഈസ് ബ്രിട്ടീഷ്. ഓക്കെ, അവരും അങ്ങനെ തന്നെയാണ് ഇന്ത്യയെ പഠിച്ചിട്ടാണ് ഇന്ത്യയിൽ വന്നത്. അതാണ് ഇതിൽ പേഴ്സ്പെക്റ്റീവ്. അതായത് അവരുടെ കാഴ്ചപ്പാടല്ല ആരത്? പോർച്ചുഗീസുകാരുടെ കാഴ്ചപ്പാട്. ഓരോരുത്തർക്കും ഇന്ത്യയെ നോക്കി അറബ്സ് കച്ചവടത്തിന് വേണ്ടി വന്നതാണ് അറബ്സ്. അവർ നമ്മൾ അടിച്ചമർത്തി ഭരിച്ചിട്ടൊന്നുമില്ല. അറബ്സ് അവർ മെയിനായിട്ട് കച്ചവടം, ഓക്കെ, ആ ഒരു മാർക്കറ്റിംഗ്, ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവാണ്. നെക്സ്റ്റ്, ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡോളജി. നമ്മൾ സ്വാധീനിച്ചത് എങ്ങനെയാണ്, ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, 3rd century BC to ഇത് മറന്നു പോവരുത്. 3rd century BC to 19th century ആണ് സ്കോളേഴ്സ് ആൻഡ് ഫോറിനേഴ്സ് ആണ് വന്നത്. എന്ത് സാൻസ്ക്രിറ്റിൽ, പേർഷ്യൻ ഭാഷയിൽ, പലതരം ലാംഗ്വേജസിലാണ് അവർ അവരുടേതായ കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. Meaning of Indology. There have been recorded observation in Indian society since 3rd century to 19th century. Foreign travelers who included Romans, Greeks, Jews and written by foreign travelers who the Greek historian Megasthenes visited in India to the ambassador of Seleucus Nicator, founder of the Seleucid Empire, the Count of Maurya, Ashoka grandfather, according to Megasthenes, the people of the Magadha kingdom. It is capital of Patna, were divided into 7 groups. Philosophers of performed lines of sacrifice. Okay, എന്താണ് the meaning of Indology? They have a record observation of Indian societies in റെക്കോർഡഡ് ഒബ്സർവേഷൻ. അതായത് ഫോറിനേഴ്സിൻ്റെ ഇറ്റ്സ് എ റെക്കോർഡഡ് ഒബ്സർവേഷൻ എന്നാണ് ടെക്സ്റ്റിൽ കറക്റ്റായി ഡെഫിനേഷൻ കൊടുത്തിട്ട്. വാട്ട് ഈസ് ഇൻഡോളജി? ഓക്കെ, മീനിങ് ഓഫ് ഇൻഡോളജി, ഇറ്റ്സ് എന്താ പറയുക? ഇറ്റ്സ് എ റെക്കോർഡഡ് ഒബ്സർവേഷൻ. ഇറ്റ്സ് എ റെക്കോർഡ്. അതൊരു പക്ഷേ ആരൊക്കെ ആവാം? അറബ്സ് ആവാം, പിന്നെ ആരാവാം? ഫോറിനേഴ്സ് ആരും ആവാം അല്ലേ, ഫോറിനേഴ്സ് ആവാം. പക്ഷെ എന്താണ് ഇവർ? സ്കോളേഴ്സ്, സ്കോളേഴ്സ് ആവാം, ട്രാവലേഴ്സ് ആവാം. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് എ റെക്കോർഡഡ് ഒബ്സർവേഷൻ. അത് ഒരു പക്ഷേ സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയിലും അവർ ഒബ്സർവ് ചെയ്ത് അവരുടേതായ കൺസെപ്റ്റ് അവരുണ്ടാക്കും. നെക്സ്റ്റ്, പിന്നെ ജ്യൂസ് എന്ന് പറയുന്ന അല്ലേ, ജ്യൂസ്, ഇവരും എന്താണ്? ജ്യൂസ് സ്കോളേഴ്സും. ജ്യൂസിൽ ഒരു വിദേശ
ശക്തിയാണ് ജൂസ്. ഇവരെ സ്കോളേഴ്സും ഇവരെ ട്രാവലേഴ്സൊക്കെ എവിടെ എത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്നത് ഇൻഡോളജി, ഇന്ത്യയിലുള്ള കാഴ്ചപ്പാടല്ല, പുറത്തു നിന്നും വന്ന വിദേശ ശക്തികൾ ഇന്ത്യയെ എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്, ഒബ്സർവേഷൻ ചെയ്യുന്നത്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡോളജി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ അറബ്സ് ഉണ്ട്, ഫോറിനേഴ്സ് അറബ്സ് മുതലാണ് തുടങ്ങുന്നത്. ഇഷ്ടം പോലെ ഫോറിനേഴ്സ്, നമുക്ക് മിസ് നേരത്തെ പറഞ്ഞു. അതേപോലെ വന്നത് സ്കോളേഴ്സുമാണ്, ട്രാവലേഴ്സുമാണ്, നിങ്ങൾ മറന്നു പോകരുത്. നെക്സ്റ്റ് മിസ് വായിച്ചുതരാം. The Greek historian Megasthenes visited India in 302 BC. ഗ്രീക്ക് ഹിസ്റ്റോറിയനായ മെഗസ്തനീസ് ഇന്ത്യ സന്ദർശിച്ചത് 302 BC-യോടുകൂടി, ബിഫോർ ക്രൈസ്റ്റ്. BC മീൻസ് ബിഫോർ ക്രൈസ്റ്റ്. ആസ് ambassador of Seleucus Nicator, founder of Seleucid Empire, the court of ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സമയത്താണ് ആര് വന്നത്, മെഗസ്തനീസ്. ഇന്ത്യക്ക എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം എഴുതിയ മെഗസ്തനീസിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇത് ഇന്ത്യക്ക അവിടെ പരാമർശിക്കുന്നില്ല, ഇന്ത്യക്ക അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. ആ ഇന്ത്യക്ക എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇന്ത്യയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മെഗസ്തനീസ് രചിച്ച്. അദ്ദേഹം ഒരു ഗ്രീക്ക് റൈറ്ററാണ്. അദ്ദേഹത്തെ പറഞ്ഞു വെച്ചത് ഗ്രീക്ക് എംപയർ ആണ്. ആരുടെ സമയത്ത്, മൗര്യ രാജാവായ ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര് വന്നത്, മെഗസ്തനീസ് വന്നത്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഇന്ത്യക്ക. അദ്ദേഹം ഒരു സഞ്ചാരിയാണ്. അവർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ രാജഭരണമാണ്, ഇന്ത്യയിൽ എന്ത് ഭരണം, രാജഭരണമാണ് നിലനിൽക്കുന്നത്. ഓക്കെ, then to the ചന്ദ്രഗുപ്ത മൗര്യ, അശോകാസ് ഗ്രാൻഡ് ഫാദർ. ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ? അശോകൻ. നമുക്കറിയാം അശോക മഹാരാജാവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അക്കോർഡിംഗ് ടു ദ മെഗസ്തനീസ്, ദ പീപ്പിൾ ഓഫ് ദ മഗധ കിങ് വിത്ത് ഹിസ് ക്യാപിറ്റൽ പാമലിപുത്ര, അത് പാട്ന. ഓക്കെ, ആ സമയത്ത് നമ്മുടെ മെഗസ്തനീസ് വരുന്ന സമയത്ത് മഗധയുടെ തലസ്ഥാനം പാട്നയായിരുന്നു. were divided into 7 groups. അതന്നെ ആ ഒരു മഗധ അതെത്ര ആയി തരംതിരിച്ചിരുന്നു, 7 ഗ്രൂപ്പുകളായി തരംതിരിച്ചിരുന്നു ആ സമയത്ത്. ഫിലോസഫേഴ്സ് ഹൂ പെർഫോം റൈറ്റ്സ് ആൻഡ് സാക്രിഫൈസസ്, ഫാമേഴ്സ് ഹൂ ഫോൾക്ക്ഡ് ബൾക്ക് ആൻഡ് പോപ്പുലേഷൻ ഓഫ് പേ ടാക്സസ്. ആ സമയത്ത് നമ്മളെ മെഗസ്തനീസ് വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള രാജാവ് നമ്മൾ പറഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യനാണ്. അദ്ദേഹം അശോക മഹാരാജാവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. അവർ പ്രത്യേകിച്ചും ഡിവൈഡ് ചെയ്ത അവിടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു രാജ്യം ഡിവൈഡ് ചെയ്തത് തന്നെ കുറേ കൃഷിക്കാർ. ഒരു ഭാഗം ആരാണ്, കൃഷി ചെയ്യുന്ന ആൾക്കാർ. ഒരു ഭാഗം ആരാണ്, നമ്മുടെ ഫിലോസഫേഴ്സ് ഹു പെർഫോംഡ് റൈറ്റ്സ് ആൻഡ് സാക്രിഫൈസസ്, ബലികർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഫിലോസഫേഴ്സ് ഒരു ഭാഗം, സാധാ നോർമലി ഫാർമേഴ്സ് മറ്റൊരു ഭാഗം.